ഹലോ ഗൈസ്, പാരീസ് എന്ന് കേൾക്കാൻ നേരത്ത് ഫസ്റ്റ് ഓർമ്മ വരുന്നത് ഐഫിൽ ടവർ അല്ലേ? ഐഫിൽ ടവർ മാത്രമല്ല ഇവിടെ കാണാനുള്ളത് എന്ന് നിങ്ങൾക്കറിയാം. ഞാനിപ്പോൾ പോയിരിക്കുന്നത് ലക്സംബർഗ് ഗാർഡനിലോട്ടാണ്. ലക്സംബർഗ് ഗാർഡൻ എന്ന് പറയുമ്പോൾ ലക്സംബർഗ് എന്നൊരു സിറ്റി വേറെയുണ്ട്. ഇത് പാരീസിലൊരു പ്ലേസാണ് ലക്സംബർഗ് ഗാർഡൻ. നെറ്റ്ഫ്ലിക്സ് സീരീസൊക്കെ നമ്മൾ ചെയ്യുന്നത്, അതായത് നമുക്ക് അറിഞ്ഞു തുടങ്ങുന്നതിനും കാണുന്നതിനൊക്കെ മുമ്പായിട്ട് ഇവിടുത്തെ രാജ്ഞി ഒരു സീരീസായിട്ടൊരു ഗാർഡൻ ഉണ്ടാക്കാനായിട്ട് തീരുമാനിച്ചു. 1612 ഇത് കംപ്ലീറ്റ് ആയത്. 23 ഹെക്ടറായിട്ട് നീണ്ടു നിവർന്ന് വിശാലമായി കിടക്കുന്ന ഒരു വലിയ പൂന്തോട്ടമാണിത്. ഇത് ആ രാജ്ഞി അന്ന് ഇവിടെ താമസിച്ചുകൊണ്ടിരുന്ന പാലസാണ്. ഇപ്പോൾ റോയൽ പാലസ് അതൊന്നും അല്ല, ഇപ്പോൾ ഫ്രഞ്ച് മിനിസ്ട്രിയുടെ കയ്യിലാണ്. സോ വാട്ട് എവർ ഇറ്റ് ഈസ്, നമുക്ക് ആ പുള്ളിക്കാരത്തെ അന്ന് അങ്ങനെ സ്റ്റാർട്ട് ചെയ്തത് കൊണ്ടാണല്ലോ നമുക്ക് ഇത് കാണാനും ആസ്വദിക്കാനൊക്കെ സാധിച്ചത് അല്ലേ? ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ പുള്ളിക്കാരത്തി ഇത് ഉണ്ടാക്കാനായിട്ടുള്ള കാര്യം, പുള്ളിക്കാരി ഇറ്റലി ചെന്നപ്പോഴത്തേക്കും അവിടെ ഒരു പൂന്തോട്ടം കണ്ടു. ആ പൂന്തോട്ടത്തിൽ നിന്ന് ഇൻസ്പയർഡ് ആയിട്ടാണ് പാരീസിൽ എനിക്കും ഒരു പൂന്തോട്ടം ഇതുപോലെ വേണമല്ലോ എന്ന് കരുതിയിട്ട് ഉണ്ടാക്കിയത്. എന്തായാലും കൊള്ളാം. ഞാൻ അവിടെ ചെന്നിട്ട് ഫോട്ടോ എടുക്കാനായിട്ട് ആ പ്രാവുകളെ ഓടിക്കുന്ന ശ്രമമാണ് നിങ്ങൾ ഈ കാണുന്നത്. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി നമ്മുടെ നാട്ടിലെ പ്രാവുകളെ പോലെയൊന്നും അല്ല ഗൈസ്. അവർക്ക് അത്രയും പേടിയൊന്നും ഇല്ലെന്ന് തോന്നുന്നു. കാരണം ഞാൻ എത്ര ശ്രമിച്ചിട്ടും അവർ ഓടുന്നില്ല. അങ്ങനെ നോക്കുന്നപ്പോൾ ബാക്കിൽ എന്തോ സെക്യൂരിറ്റി ഗാർഡാണോ അതോ ശരിക്കും ഫ്രാൻസിലെ പോലീസാണോ എനിക്ക് മനസ്സിലായില്ല. പക്ഷേ ഒറിജിനൽ ഗണ്ണൊക്കെ അവരുടെ കയ്യിലുണ്ട്. അത് കണ്ടപ്പോൾ എൻ്റെ കിളികൾ പറന്നതോ. സോ ഞാൻ ഉടനെ പ്രാവ് ഓടിയില്ലെങ്കിൽ എന്ത്, ജീവനും കൊണ്ട് ഞാൻ ഓടി. അല്ലെങ്കിൽ വേറെ നാട്ടിൽ ചെന്നിട്ട് എനിക്ക് ആൾക്കാരുടെ തല്ലുകളാണെന്നും വയ്യ. ഓക്കെ, അപ്പോൾ നമ്മൾ പറഞ്ഞു വന്നത് ഐഫിൽ ടവർ മാത്രമല്ല, നമുക്ക് കാണാനായിട്ട് ഇഷ്ടംപോലെ പ്ലേസ് പാരീസിലുണ്ട്. സോ വരിക, കാണുക. ഇതുപോലത്തെയുള്ള വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ പ്ലീസ് വാച്ച് ദിസ് വീഡിയോ ആൻഡ് സപ്പോർട്ട് മീ. സ്റ്റേ ട്യൂൺഡ്. ബൈ ബൈ ഗൈസ്. ഇനിയും ഇതുപോലത്തെയുള്ള പുതിയ പാരീസിലെ കാഴ്ചകളുമായിട്ട് ഞാൻ വരുന്നതായിരിക്കും. ടാ.